Okay students, now let us see the next topic, that is how a character can be displayed on the LCD and what is the program, that is algorithm and program connected to that. So we had seen the interfacing diagram of LCD module to 8051, and now if we have to display the characters on LCD, the ASCII value of the character should be sent to the data register. Therefore, before sending the data, appropriate control signals should be activated by giving the required logic levels on the port pins. Further, first the LCD is initialized and cleared, and then the cursor is positioned. This is done by sending the command words to the LCD command register. Okay, അപ്പോൾ ഇവിടെ ആദ്യം ചെയ്യുന്ന വെച്ചാൽ ഇപ്പോൾ ഒരു സർട്ടൻ ക്യാരക്ടേഴ്സ് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ LCD ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ആസ്കി വാല്യൂ ആണ്, ആ ക്യാരക്ടറിൻ്റെ ആസ്കി വാല്യൂ ആണ് ഡേറ്റ രജിസ്റ്ററിലേക്ക് സെൻഡ് ചെയ്യേണ്ടത്. അതിന് മുമ്പ് ഡേറ്റ സെൻഡ് ചെയ്യുന്നതിന് മുമ്പ് ചില കൺട്രോൾ സിഗ്നൽസ് ആക്ടിവേറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എനേബിൾ ആണെങ്കിലും RS ആണെങ്കിലും അങ്ങനെ ചില സിഗ്നൽസ് നമുക്ക് ആക്ടിവേറ്റ് അല്ലെങ്കിൽ ഡീആക്ടിവേറ്റ് ചെയ്യേണ്ടി വരും. ആൻഡ് ഫർദർ ദ ഇനീഷ്യലൈസേഷൻ എന്തായാലും വേണം. സോ LCD ഇനീഷ്യലൈസ് ചെയ്യണമെങ്കിൽ അതായത് ആദ്യം ഇനീഷ്യലൈസ് ചെയ്യും, അതിനുശേഷം ക്ലിയർ ചെയ്തിട്ട് പിന്നെയാണ് പൊസിഷൻ എല്ലാം വെക്കുന്നത്. അപ്പോൾ കർസറിൻ്റെ പൊസിഷൻ വെക്കാൻ വേണ്ടി അതിന് ചില കമാൻഡ്സ് ഉണ്ട്. ഓക്കെ, സോ കമാൻഡ് വേർഡ്സ് കമാൻഡ് രജിസ്റ്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ ആണ് ഈ കമാൻഡ്സ് ആക്ടിവേറ്റ് ആവുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. അതായത് first algorithm, first step is send the command words to port 1. Some important command words are 38H, that is initializing LCD, then 0EH, that is making the LCD and cursor on, then 01H, clearing the screen, then 06, that is shifting the cursor right, then 80H, moving the cursor to line 1 position 1, etc. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കമാൻഡ് വേർഡ്സ് ഒന്ന് നോക്കാം. ഒരു ടേബിൾ ഉണ്ട്, അപ്പോൾ അതിൽ command words നമുക്ക് just നോക്കാം. Okay, what are the important command codes for LCD? So we have first is that is command to LCD instruction register, that is for clearing the display screen the code will be 01. Okay, hex code will be 01. Okay, then return home, that is return ചെയ്യാൻ വേണ്ടി hex code is 02. Then we have decrement the cursor, shift the cursor left to left. Okay, അതിന് 04. then shift the cursor to right, that is 06. അങ്ങനെ നമുക്കിപ്പം എങ്ങനെയാണോ നമുക്ക് ആവശ്യം അനുസരിച്ച് we can use the command, that is command codes. Okay, അപ്പോൾ ഇവിടെ സിമിലർലി ഇപ്പോൾ ഷിഫ്റ്റ് ചെയ്യാൻ ഡിസ്പ്ലേ റൈറ്റ് ഷിഫ്റ്റ് ചെയ്യാനും ഡിസ്പ്ലേ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യാനും ദെൻ ഡിസ്പ്ലേ ഓഫ് ചെയ്യാൻ കർസർ ഓഫ് ചെയ്യാൻ 08 ആണ്. ഡിസ്പ്ലേ ഓഫും കർസർ ഓൺ ചെയ്യാൻ 0A ആണ്. ഡിസ്പ്ലേ ഓണും കർസർ ഓഫും ചെയ്യാൻ 0C ആണ്. ദെൻ 0E എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ഓൺ ആൻഡ് കർസർ ബ്ലിങ്കിങ്. 0F എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ഓൺ ആൻഡ് കർസർ ബ്ലിങ്കിങ്, അത് സെയിം ആണ്. ദെൻ വി ഹാവ് 10, that is shift the cursor position to left, then shift the cursor position to right, that is 14. Then we have shift the entire display to left, then shift the entire display to right, 1C. Then 80H, force the cursor to beginning, that is first line. Okay, അങ്ങനെ different cursors ഉണ്ട്. Then C0, that is force the cursor to beginning, second line. Then 38H, ഇതാണ് മെയിൻ നമ്മൾ ആദ്യം കൊടുക്കേണ്ട കമാൻഡ്, that is 2 lines and 5x7 മാട്രിക്സ്, അതായത് ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയാണ് LCD ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള കമാൻഡാണ് 38. അതെന്തായാലും ആദ്യം കൊടുക്കണം. സോ അങ്ങനെയാണ് നമ്മൾ ഈ കമാൻഡ്സ് ആദ്യം കൊടുക്കുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഓഫ് അൽഗോറിതം ഇസ് മേക്ക് RS equal to 0. Okay, by clearing P2.1 for selecting the command register. അപ്പോൾ P2.1 അതായത് പോർട്ട് 2ൻ്റെ ഫസ്റ്റ് ബിറ്റ്, അതായത് D1 ബിറ്റ് അത് ക്ലിയർ ചെയ്യണം. സോ ദാറ്റ് RS ക്ലിയർ ആവും, കാരണം RS ആണ് അവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് P2.1. ദെൻ R/W 0 ആക്കണം ടു റൈറ്റ് ടു LCD റൈറ്റ് ചെയ്യാൻ വേണ്ടി. പക്ഷേ നമ്മൾ ഓൾറെഡി ആ ലൈൻ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്, ഓർമ്മയുണ്ടല്ലോ, R/W അത് ഗ്രൗണ്ട് ചെയ്തത് കൊണ്ട് തന്നെ ഈ ഒരു സ്റ്റെപ്പ് പ്രോഗ്രാമിൽ നമുക്ക് ഒഴിവാക്കാം, അതായത് ക്ലിയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, R/W. ദെൻ സെൻഡ് എ ഹൈ ടു ലോ പൾസ് ടു ദ E പിൻ ടു കംപ്ലീറ്റ് ദ റൈറ്റിംഗ്. അതായത് ഡേറ്റ സെൻഡ് ചെയ്യണമെങ്കിൽ എനേബിൾ പിന്നിൽ എന്ത് ചെയ്യണം, ഹൈ ടു ലോ പൾസ് സെൻഡ് ചെയ്യണം. ആൻഡ് ഫോർ ദിസ് മേക്ക് 2.2 ഹൈ ഫോർ എ ഷോർട്ട് വൈൽ ആൻഡ് ദെൻ ക്ലിയർ ഇറ്റ്.
ഓക്കെ, ആ ഒരു സ്റ്റെപ്പ് വേണം. അതായത് ആദ്യം P2.2 ഹൈ ആക്കണം, സെറ്റ് ചെയ്യണം, അതിനുശേഷം അത് ക്ലിയർ ചെയ്യണം. ഓക്കെ, അതാണ് ഹൈ ടു ലോ പൾസ് കൊടുക്കണം. സോ ദാറ്റ് ഡേറ്റ ക്യാൻ ബി റിട്ടേൺ ടു ദ LCD. Okay, now with this the writing of commands is over. Now the required data must be written. Okay, അതിനുശേഷം അതായത് ആദ്യം കമാൻഡ്സ് എല്ലാം എഴുതി കഴിഞ്ഞാൽ പിന്നെ ഡേറ്റ എഴുതാം. Then make RS1 for selecting the data register. ഇനി RS1 ആക്കണം, അതായത് ഡേറ്റ രജിസ്റ്റർ. കാരണം കമാൻഡ് രജിസ്റ്ററിൽ നമ്മൾ കമാൻഡ്സ് എല്ലാം കൊടുത്തല്ലോ, അപ്പോൾ അത് RS അന്നേരം 0 ആയിരുന്നു. പിന്നെ ഡേറ്റ രജിസ്റ്ററിലേക്ക് ഡേറ്റ കൊടുക്കണമെങ്കിൽ RS1 ആക്കണം. ഓക്കെ, ദെൻ റിപ്പീറ്റ് ദ സ്റ്റെപ്സ് 3 and 4. ഓക്കെ, അപ്പോൾ 3 and 4 വീണ്ടും റിപ്പീറ്റ് ചെയ്യാം, കാരണം നമുക്കത് ഇനി ഡേറ്റയാണ് റൈറ്റ് ചെയ്യേണ്ടത്. സോ അതേപോലെ കൊടുക്കാം. ഓക്കെ, സോ ദെൻ വേറൊരു കൺസിഡറേഷൻ, ദാറ്റ് ഈസ് ഫിഗർ 1-ൽ നമ്മൾ നേരത്തെ ഒരു ഇതാണ് ഫിഗർ 1. സോ വീണ്ടും ഞാനത് ഇവിടെ കാണിക്കുകയാണ്. അതായത് നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്തത് തന്നെയാണ്. അപ്പോൾ ഈ ഫിഗർ 1-ൽ എന്താണെന്ന് വെച്ചാൽ 1 whole 8-bit port was used for LCD data. Okay, to save on the pins, it is possible to use LCD with just 4 data pins of a port. The data and command words are sent as in the previous case, but the method here is to send 8 bits as 2 nibbles. Thus only 4 lines of a MCU port need to be used. അതായത് നമുക്കിപ്പോൾ ഈ ഒരു കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ 8 ബിറ്റ്സ് ഫുൾ നമ്മളിവിടെ എടുക്കുന്നുണ്ട് പോർട്ട് 1 ഡേറ്റ സെൻഡ് ചെയ്യാൻ. ഓക്കെ, ഇനി സപ്പോസ് നമുക്ക് ഈ പിൻസിൻ്റെ അതിൻ്റെ യൂട്ടിലൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു ഇത് കുറക്കണമെങ്കിൽ, സേവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതായത് 4 ബിറ്റ്സ് ഡേറ്റ പിൻസ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ പോർട്ട്സിൽ. അപ്പോൾ 8 ബിറ്റ്സ് അല്ലെങ്കിൽ 8 പിൻസ് യൂസ് ചെയ്യുന്നതിന് പകരം 4 പിൻസ് മാത്രം യൂസ് ചെയ്താലും മതി. അപ്പോൾ അത് നമുക്ക് ലോവർ നിബിൾ മാത്രം, അതായത് 2 നിബിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അങ്ങനെ സെൻഡ് ചെയ്യാം. അപ്പം 4 ലൈൻസ് മാത്രമേ പോർട്ടിൻ്റെ യൂസ് ചെയ്യേണ്ടി വരും. So figure 2 will show that only 7 port pins are needed in order to or in total to connect LCD module to MCU. അപ്പോൾ വേറൊരു കണക്ഷനാണിത്. ഇതാണ് ഫിഗർ 2. ഓക്കെ, ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിവിടെ കാണാൻ പറ്റും 4-bit LCD ഇൻ്റർഫേസ് ആണിത്. ദാറ്റ് ഈസ് നമുക്ക് പിൻസ്, നമ്പർ ഓഫ് പിൻസ് സേവ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഇത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അതായത് പോർട്ട് 2-ൻ്റെ 4 പിൻസ് യൂസ് ചെയ്യുന്നുണ്ട്, അത് ഡേറ്റ കൊടുക്കാൻ വേണ്ടി DB4 DB7. സോ P2.0 2.1 2.2 2.3 അതിന് വേണ്ടി. ദെൻ കൺട്രോൾ സിഗ്നൽസ്, ദാറ്റ് ഈസ് എനേബിൾ R/W ആൻഡ് RS, അത് കണക്ട് ചെയ്യുന്നത് P2.4 for enable, P2.5 for read write, then P2.6 for RS. അപ്പോൾ അങ്ങനെ പോർട്ട് 2-ൻ്റെ 7 പിൻസ്, അതായത് 7 സിഗ്നൽസ് മാത്രമേ നമുക്ക് പോർട്ടിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. ഓക്കെ, ടോട്ടൽ. സോ ഇതാണ് വേറൊരു മെത്തേഡ് ഓഫ് ഇൻ്റർഫേസിങ്.